ഒരു പാക്കറ്റ് പാല് വാങ്ങാനെങ്കിലും ഉള്ള വരുമാനം ഈ ഒരു ഫ്ലോർ മാറ്റ് ഉണ്ടാക്കിയാൽ തന്നെ കിട്ടും. ഇത് ഗണ്ണൊന്നുമല്ല, ഇതൊരു വെറൈറ്റി സാധനമാണ്, എല്ലാ വീട്ടിലുള്ള ഒരു സാധനമാണ്. ഇത് നമ്മുടെ പടവലങ്ങയുടെ വിത്താണ്. ഇവിടെ ജ്വല്ലറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലവർ പോട്ടാണിത്. ഇത് പെയിൻറ്റ് ചെയ്യാതെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് പെയിൻറ്റ് ചെയ്യുകയാണ്. ഇതിങ്ങനെ റോ ആയിട്ടുള്ള ബാംബു മാറ്റാണിത്. ബാംബു നന്നായിട്ട് ചീവിയിട്ട് ഉണ്ടാക്കാൻ കഴിവുള്ള കുറച്ച് കലാകാരന്മാരുണ്ട്. വേസ്റ്റിനെ എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് വെൽത്താക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ വീട്ടമ്മമാരെപ്പോഴും എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഹസ്ബൻഡിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കുടുംബത്തിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള തയ്യൽ കടകളിലെ വേസ്റ്റോ അതുപോലെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലെ വേസ്റ്റ് ഒക്കെ വാങ്ങി നമുക്ക് ഇതുപോലെ ഉൽപ്പന്നമാക്കാം. ഇത് ശരിക്കും നമ്മുടെ നാടൻ ഓലയുടെ ചൂലാണ്. മുറ്റുള്ള വീടുകളിലൊക്കെ ഇതറിയാം. അങ്ങനെ ഉപയോഗിക്കുന്നവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ ഈ ചൂല്. മുമ്പ് നമ്മൾ ബാഗ് ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ ബാഗ് എന്നല്ല, നമ്മൾ ഏതൊരു ഷർട്ടോ ചുരിദാറോ ഏതുണ്ടാക്കുമ്പോഴും അതിന് ഒരുപാട് കട്ടിങ് വേസ്റ്റുകൾ വരും. അങ്ങനത്തെ ഒരു കട്ടിങ് വേസ്റ്റിൻ്റെ കൂമ്പാരമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇവിടെ വേറൊരു സാധനം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ്. അപ്സര സ്കിൽ പാർക്ക് എന്ന് പറയുന്ന ഒരു അടിപൊളി സ്ഥാപനത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തുള്ള വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചവിട്ടി ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇന്ന് കാണണം, അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അപ്സര സ്കിൽ പാർക്കിനകത്താണ്. ഇതിനകത്ത് ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥ വിഷ്ണുപ്രിയ ചേച്ചി നമ്മുടെ ഇവിടെ ഉണ്ട്. ചേച്ചി നമസ്കാരം. അപ്പോൾ നേരത്തെ നമ്മൾ മുകളിൽ നിന്ന് ബാഗ് ഉണ്ടാക്കിയതിൻ്റെ കട്ടിങ് വേസ്റ്റ് ആണ് ഇതൊക്കെ നമ്മൾ ഫ്ലോർ മാറ്റാണ്. ഇത് തറിയാണ്, ഫ്ലോർ മാറ്റ് ഉണ്ടാക്കാനുള്ള തറിയാണ്. തുണികളൊക്കെ വീവ് ചെയ്യുന്ന തറിയുണ്ടല്ലോ, അതിൻ്റെ വേറൊരു വെർഷനായിട്ട് കുറച്ചും കൂടെ നൂല് വിടുത്ത് കൂടിയിട്ടുള്ള തറി. ഇതിൽ നമ്മൾ ചവിട്ടികൾ, ഇത് ഓരോ നീളവും വീതിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടും ചവിട്ടിയുടെ കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ 1 അടി 1.5 അടി 2 അടി വീതിയൊക്കെ നീളമുള്ള ഏകദേശം 1 അടി 1.25 അടി വീതിയുള്ള ഫ്ലോർ മാറ്റാണ് ഈ തറിയിൽ ഉണ്ടാക്കുന്നത്. തറിയുടെ ഈ ഒരു നെറ്റ് വലുതാക്കുന്നതിനനുസരിച്ച് നമുക്ക് വീതി കൂടിയ പരവതാനികൾ വരെ നമുക്ക് ഉണ്ടാക്കാം ഈ വേസ്റ്റ് വെച്ചിട്ട്. വേസ്റ്റിനെ എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് വെൽത്താക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മുകളിൽ നിന്ന് വലിയ ബാഗിൻ്റെ ഈ ഹാൻഡിൽ വെച്ചതിൻ്റെ ബാലൻസ് ആണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ വീതി കുറച്ച് വെട്ടണം. എന്നിട്ട് വേണം നമുക്ക് ഈ തറിയിൽ ഈ നൂല് പൊട്ടാത്ത രീതിയിൽ വീതി കുറച്ചിട്ട് വേണം തറിയിലിട്ട് ചവിട്ടിയാക്കി മാറ്റാം. അതിപ്പോൾ പണി ഏകദേശം പൂർത്തിയായി. അപ്പോൾ അതിൻ്റെ തലഭാഗം അടർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നൂലിട്ട് ടൈറ്റ് ചെയ്യണം നമ്മൾ. ഇത് നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ഫ്ലോർ മാറ്റാണ്. ഇതൊരു 1.25 അടി വീതിയാണ് നീളം, ഏകദേശം 1.25 അടി വീതിയുണ്ട്. നമ്മളിങ്ങനെ നമുക്ക് ഇതിനിപ്പോൾ വേസ്റ്റിന് പൈസ വരുന്നില്ല ഇവിടെ. അപ്പോൾ അത് കാരണം കൊണ്ട് കൂലി ഇനം മാത്രം നമുക്ക് ചെയ്ത് നോക്കുമ്പോഴും ഒരു 35 രൂപയ്ക്ക് ഒരു ഫ്ലോർ മാറ്റ് നമുക്ക് കൊടുക്കാം. ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടമ്മമാരെപ്പോഴും എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഹസ്ബൻഡിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കുടുംബത്തിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള തയ്യൽ കടകളിലെ വേസ്റ്റോ അതുപോലെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലെ വേസ്റ്റ് ഒക്കെ വാങ്ങി നമുക്ക് ഇതുപോലെ ഉൽപ്പന്നമാക്കാം. നമുക്ക് ഒരു പാക്കറ്റ് പാല് വാങ്ങാനെങ്കിലും ഉള്ള വരുമാനം ഈ ഒരു ഫ്ലോർ മാറ്റ് ഉണ്ടാക്കിയാൽ തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു വിഷ്ണു ചേച്ചിയുടെ അപ്സര സ്കിൽ പാർക്കിനകത്ത് ഒരുപാട് ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളുണ്ട്. ഇതിൽ പലതും ചേച്ചി വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ചെറിയ റീവർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ട്രഡീഷണലായി ചെയ്യുന്നവരിനോട് വാങ്ങിച്ച് വന്ന് ഒരു ബിസിനസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള കോക്കനട്ട് ഷെൽ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഒരു 7-8 കലാകാരന്മാരുടെ ഉൽപ്പന്നങ്ങളാണ് ഈ ഇതിലിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഓരോരുത്തരും ഓരോ കഴിവുകളാണ്. അതുപോലെ ഷെൽ ക്രാഫ്റ്റ്സ് ഉണ്ട്. ഫ്ലവർ പോട്ടാണിത്. ഇത് പെയിൻറ്റ് ചെയ്യാതെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് പെയിൻറ്റ് ചെയ്യുകയാണ്. പിന്നെ കൂടാതെ ഇതെല്ലാം ഗണപതിയുടെ സ്റ്റാച്യൂസ്, സാൻഡ് ആർട്ട് ഉണ്ട്. അതുപോലെ ഈ ഗണപതി ഇങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മൾ റോ ആയിട്ട് വാങ്ങുക ചെയ്യുക. എന്നിട്ട് ഇവിടെയുള്ള നാട്ടിലുള്ള പെയിൻറ്റ് ചെയ്യാനുള്ള കലാകാരികളെ കൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യിക്കുകയാണ് ഇതെല്ലാം. അപ്പോൾ ഇത് നമുക്കൊരു കലാകാരൻ, അപ്പോൾ പോളേട്ടൻ എന്ന് പറഞ്ഞൊരു കലാകാരൻ, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഇത് വരുന്നത്. ഇപ്പോൾ ചേച്ചി വാങ്ങിക്കുകയാണ്, നമ്മൾ അവരിൽ നിന്ന് വാങ്ങിയിട്ട് മാർക്കറ്റ് ചെയ്യുകയാണ്. ഇത് സിസൽ ഫൈബർ എന്നാണ് പറയുക. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ അട്ടപ്പാടി ഭാഗങ്ങളിൽ ഡ്രൈ ആയിട്ടുള്ള പാറ ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു കറ്റാർവാഴ കാണാം, കാട്ട് കറ്റാർവാഴ എന്ന് പറയും. അതിൻ്റെ നാര് എടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൽ കേവ് ഏഞ്ചൽസ് ഉണ്ട്. അതുപോലെ ഇത് ഏഞ്ചൽസ് വെറുതെ തൂക്കിയിടുന്ന കീ ഹാങ്ങേഴ്സ് ആയിട്ടുള്ള ഏഞ്ചൽസ് ഉണ്ട്. ഇതിങ്ങനെ റോ ആയിട്ടുള്ള ബാംബു മാറ്റാണിത്. ബാംബു നന്നായിട്ട് ചീവിയിട്ട് ഉണ്ടാക്കാൻ കഴിവുള്ള കുറച്ച് കലാകാരന്മാരുണ്ട്. അവരുണ്ടാക്കുന്ന മാറ്റിന് നമ്മൾ പുറത്തുള്ള കലാകാരന്മാർ, ഡ്രോയിങ് ചെയ്യാൻ കഴിയുന്ന, പെയിൻറ്റ് ചെയ്യാൻ കഴിയുന്ന കലാകാരന്മാരെ കൊണ്ടാണ്
ഇങ്ങനെ ഈ ഒരു മാറ്റിൽ പെയിൻറ് ചെയ്യുന്നത്. ഇങ്ങനെ പെയിൻറ് ചെയ്യാൻ കഴിവുള്ള കലാകാരന്മാരുണ്ടെങ്കിലും നമുക്ക് വേണം, അവർക്കും നമുക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. ഇതൊരു നല്ലൊരു വാൾ ഹാങ്ങറാണ്. ഇതും നാച്ചുറൽ ഗ്രാസ് ആണ്, നമ്മുടെ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള പാറഭാഗങ്ങളിൽ ഉണ്ടാവുന്നതാണ്. ഇത് ചോളകത്തിൻ്റെ ഇലയാണ്. കളർ ചെയ്ത ശേഷം സോളാർ വുഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് കലാകാരൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കലാകാരന്മാരുടെ കഴിവാണ്. ഇതെല്ലാം തീം വർക്കുകളാണ്. ചേച്ചി ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ പരിചയപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ പരിചയപ്പെടുന്നത് മാത്രമല്ല, ഇവിടെ ചേച്ചിക്ക് തന്നെ ഓർമ്മയില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. അതിലൊന്നാണ് ഇതില്ലേ ഒരു കലാകാരൻ ഉണ്ടാക്കിയതാണ്. നമ്മുടെ ചേച്ചി അതിന് സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. അതേപോലെ നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട്. ഇതെല്ലാം തവികളാണ്. അതേപോലെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതിലൊന്നാണിത്. ഇത് നമുക്ക് നമ്മുടെ വാളിലൊക്കെ തൂക്കി വെച്ചാൽ നമ്മുടെ ഇൻവിറ്റേഷൻസ്, അതുപോലെ പെന്ന്, അങ്ങനെയുള്ള പല സാധനങ്ങളും ഹോൾഡ് ചെയ്തിടാൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ള ട്രഡീഷണൽ സാധനം. ഇത് ഗണ്ണൊന്നും അല്ല, ഇതൊരു വെറൈറ്റി സാധനമാണ്. എല്ലാ വീട്ടിലുള്ള ഒരു സാധനമാണ്. അതിന് ഇത്രയും ഭംഗിയാക്കി മാറ്റിയത് ചേച്ചിൻ്റെ ഒരു കഴിവാണ്. ചേച്ചി, ഇതെന്താ സംഭവം ഒന്ന് പറഞ്ഞു കൊടുത്തേ. അതിനൊരു വലിയ സ്റ്റോറി ഉണ്ട്. നമ്മുടെ ഇവിടെ ഓരോ ഉൽപ്പന്നത്തിനും ഓരോ സ്റ്റോറി ഉണ്ട് ഉണ്ടാക്കി വരുന്നതിന്. അപ്പോൾ ഇത് ഒരിക്കൽ ഒരു ഡോക്ടർ വന്നിട്ട് ചൂലുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ചൂല് അങ്ങനെ വാങ്ങിയിട്ട് പോകാൻ അദ്ദേഹത്തിനൊരു നാണക്കേട്. ഇവിടെ വെച്ചാൽ അത്യാവശ്യം ഹോസ്പിറ്റൽസ് കൂടുതലുള്ള ഏരിയ. അപ്പോൾ അങ്ങനെ ഒരു വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ബാഗ് തയ്ച്ചിട്ട് ഈ ചൂല് ഉണ്ടാക്കിയിട്ട് അതിൽ ഇട്ട് കൊടുത്തത്. ശരിക്കും ഇത് നമ്മുടെ നാടൻ ചൂല്. അതെ അതെ, നമ്മുടെ ഓലയിലുള്ള ചൂല്. ശരിക്കും ഇപ്പോഴും പല വീട്ടിൽ നിന്ന് അന്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. നാടൻ തറവാടുകളിലും പഴയ വീടുകളിൽ മാത്രമേ, മുറ്റുള്ള വീടുകളിൽ മാത്രമേ. അതെ അതെ. എന്നുവെച്ചാൽ നമ്മളിത് ഈ ചൂല് ചീവാൻ അറിയുന്ന കുറേ പഴയ കാലത്തെ ആൾക്കാരാണ്. ഇന്നത്തെ തലമുറയ്ക്കൊന്നും ചൂല് ചീന്താൻ അറിയില്ല. അപ്പോൾ അവരെ കൊണ്ടൊരു 100 ചൂല് ചീവിച്ചിട്ട് അവരിൽ നിന്ന് വാങ്ങി നമ്മൾ പൗച്ചുണ്ടാക്കി ഇങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ഇത് വാട്ടർ ബോട്ടിൽസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ചെയ്തതാണ്. നമ്മൾ രാമച്ചാണ് വീവ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് വാട്ടർ ബോട്ടിൽ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഹാൻഡ് ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് വാഴനാരിൽ ചെയ്തിട്ടുണ്ട്. ഇത് കുളവാഴയാണ് വീവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറേ നാച്ചുറൽ ഫൈബറിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് ഉള്ളത്. കുളവാഴയുണ്ട്, ബനാന ഫൈബർ ഉണ്ട്, സിസൽ ഫൈബർ ഉണ്ട്, സ്ക്രൂ പൈൻ ഉണ്ട്, താലിപ്പോട്ട് ഫൈബർ ഉണ്ട്, കോറാഗ്രാസ് ഉണ്ട്, കൊയറുണ്ട്. നാച്ചുറൽ ഫൈബേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പാലക്കാടൻ പനയോലയുണ്ട്. നേരത്തെ തൊപ്പിയൊക്കെ ഇട്ടിരുന്ന പാലക്കാടൻ പനയോലയാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല റിസോഴ്സസ് ഉണ്ട്. ഇത് നമ്മുടെ പടവലങ്ങയുടെ വിത്താണ്. ഇവിടെ ജ്വല്ലറി സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ജ്വല്ലറീസും ഡിഫറെൻറ്റ് ക്രാഫ്റ്റ് ഭാഗങ്ങളിലാണ് വരുന്നത്. പയറുമണികളുണ്ട്, ടെറാക്കോട്ടയുണ്ട്, ബാമ്പു വെച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ വുഡിൻ്റെ തോലുകളുണ്ട്, നല്ല ഷെൽസ് ഉണ്ട്, പ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ട്. പല മോഡലിലുള്ള പല വെറൈറ്റി സാധനങ്ങൾ. ഗ്രീൻ മാംഗോ കസിൻസ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം അപ്സര സ്കിൽ പാർക്കിൽ വന്നു. ഇതുപോലെയുള്ള വേസ്റ്റ് തുണിയിൽ നിന്നും ഇതുപോലെ ചവിട്ടി ഉണ്ടാക്കി അതൊരു നല്ലൊരു ബിസിനസ്സാക്കി മാറ്റാമെന്നുള്ളത് നമുക്ക് വിഷ്ണുപ്രിയ ചേച്ചി പഠിപ്പിച്ചു തന്നു. മാത്രമല്ല ഇവിടെ ഒരുപാട് ആൻറ്റിക് സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം വേണ്ടവർ ജസ്റ്റ് ഒന്ന് ചേച്ചിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. ബാക്കിൽ ചവിട്ടിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്.